നമ്മുടെ നാട് ഒന്നാകെ കാത്തിരിക്കുന്നത് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം. അതുകൊണ്ട് ഇന്ന് എൻകൗണ്ടറിൽ നിന്ന് മറ്റു ചർച്ചകളൊക്കെ മാറ്റിവെക്കുകയാണ്. പ്രേക്ഷകർ കാണാനും അറിയാനും ഇപ്പോൾ താല്പര്യപ്പെടുന്നത് എത്ര വേഗം തിരുവനന്തപുരത്തേക്ക് ഈ അവയവങ്ങൾ എത്തും എന്നുള്ളതാണ്. 5 പേർക്ക് പുതുജീവൻ നൽകാൻ പോകുന്നു ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തുന്നതോടെ. ആലിൻ ഷെറിൻ എബ്രഹാം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തീരാ നോവുമാണ്. അതോടൊപ്പം തന്നെ ആലിന്റെ മാതാപിതാക്കൾ സമൂഹത്തിന് ഏറ്റവും വലിയ മാതൃകയുമാണ്. അവരുടെ 10 മാസം പ്രായമായ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയിൽ, തീരാവേദനയിൽ കഴിയുമ്പോഴും ആ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനും മറ്റുള്ളവരിലൂടെ ആ കുഞ്ഞിന് ജീവിക്കാൻ ഇനി പോകുന്നു. അതിന് അവസരം ഒരുക്കുന്നത് അവരുടെ ഒരു ഒറ്റ തീരുമാനമാണ്. ആ തീരുമാനം അവയവദാനം മഹാദാനം എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്നതുമാണ്. ഇപ്പോൾ വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. മിന്നൽ വേഗത്തിലാണ് ആംബുലൻസ് സഞ്ചരിക്കുന്നത്. വിഷ്ണു, KL7 DF 3177 എന്ന ആംബുലൻസിന് ഒരു സ്ഥലത്തും മാർഗതടസ്സങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ, കോട്ടയം ആ വഴി തിരുവനന്തപുരത്തേക്ക് അതിവേഗം കുതിച്ചു പായുന്ന ആംബുലൻസിന് മാർഗതടസ്സങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുകയും മാർഗതടസ്സങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും അവിടുത്തെ നാട്ടുകാർക്കുമുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്രയും വേഗം ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം. വിഷ്ണു സുരേഷ് ഇപ്പോഴുള്ളത് കുണ്ടന്നൂർ ഭാഗത്താണ്. വിഷ്ണു, കുണ്ടന്നൂർ ഭാഗമൊക്കെ കടന്ന് ആംബുലൻസ് പോയി കാണുമല്ലോ അല്ലേ? ആംബുലൻസ് ഇനിയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം വൈറ്റില മേഖലകളിലൊക്കെ കടുത്ത ബ്ലോക്ക് ഉണ്ട്. അത് മറികടന്ന് വേണം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. 6 മണിക്കൂറാണ് സാധാരണ. നോർമൽ ഡ്രൈവ് ആണെങ്കിൽ ഒരു 5.5 മണിക്കൂറാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൈർഘ്യം. അതൊരു 3.5 മണിക്കൂറിനകം തന്നെ പൂർത്തിയാക്കാനാകും എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. അതിനുവേണ്ടി എല്ലാ മേഖലകളിലും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. അതത് പോലീസ് സ്റ്റേഷനുകൾ, അതായത് അവിടെ അതത് പോലീസ് സ്റ്റേഷൻ മേഖലകളുടെ ഏരിയകളിൽ ഇത്തരത്തിൽ ഗതാഗതത്തിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ആളുകളും അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി അവരുടെ സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വാഹനം അവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം 10 മിനിറ്റ് പിന്നിടുന്നു. അതിന് അല്പസമയത്തിനകം തന്നെ ഈ വൈറ്റില ഫ്ലൈ ഓവർ വഴി കുണ്ടന്നൂര്, അവിടെ നിന്ന് മിനി ബൈപ്പാസ്, അങ്ങനെ പൂത്തോട്ട, അതുവഴി കാഞ്ഞിരമറ്റം, കോട്ടയം കയറിയാണ് ആംബുലൻസ് പോകുന്നത്. ഒരു നോവായാണ് ആലിൻ നമുക്ക് മുൻപിൽ. ആലിനൊരു വലിയ നോവാണ് എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ജീവനേകി 10 മാസത്തെ ഒരു സൂപ്പർ ഹീറോ ആയി മാറുകയാണ് ആലിൻ. 5ഓളം ആളുകൾക്കാണ് ആലിൻ്റെ അവയവങ്ങൾ ഇനി ചലിക്കാൻ പോകുന്നത്. ആലിനൊരു ഓർമ്മയാകുന്നില്ല. ആലിൻ എപ്പോഴും അവർക്ക് ജീവനോടെ ഉണ്ടാകും, അല്ലെങ്കിൽ ആലിൻ്റെ ഓർമ്മകൾക്ക് മരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി പറയേണ്ടതുണ്ട്. നിലവിൽ ഏറ്റവും പ്രാധാന്യം ഇത് എത്രയും പെട്ടെന്ന് കിംസിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യ ഡെസ്റ്റിനേഷനായി കാണുന്നത് കിംസാണ്. അത് എത്രയും പെട്ടെന്ന് കിംസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുമൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ പറഞ്ഞ റൂട്ട് അനുസരിച്ച് കുന്നംപുറത്ത് നിന്ന് ഇടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലയിൽ നിന്ന് കുണ്ടന്നൂര്, അതിൽ നിന്ന് മിനി ബൈപ്പാസ് വഴി തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃപ്പൂണിത്തുറ, പുത്തൻകാവ്, അങ്ങനെ കാഞ്ഞിരമറ്റം വഴി അങ്ങനെയാണ് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ടാണ്, അതല്ല എങ്കിൽ ആലപ്പുഴ റോഡ് വഴി ആയിരുന്നു കുറച്ചുകൂടി എളുപ്പം. പക്ഷേ നിലവിൽ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി ഇടുങ്ങിയ റോഡുകളാണ്, അതുകൊണ്ട് പ്രതിസന്ധിയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് MC റോഡ് വഴി തന്നെ പോകാം എന്ന തീരുമാനത്തിലേക്ക് ഏറ്റവും അവസാനം എത്തിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ വാഹനം കടന്നു പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുമ്പിലും പിന്നിലുമായിട്ട് എസ്കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതായത് ഇതിനു വേണ്ടി തന്നെ ഒരു പ്രത്യേക പാത താൽക്കാലികമായി ഒരുക്കുന്നു. അതായത് മുൻപിലുള്ള വാഹനങ്ങളെ പൂർണ്ണമായും ഒരു വശത്തേക്ക് മാറ്റി ആംബുലൻസിനും അതോടൊപ്പം തന്നെ പോലീസ് ജീപ്പിനും പോകാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. സമയം ഏറെ വൈകിയതുകൊണ്ടാണ് എയർ ആംബുലൻസ് സംവിധാനം ഉണ്ടാകാതിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ദൗത്യം അത് വാഹനത്തിൽ തന്നെ, അതായത് ആംബുലൻസിൽ തന്നെ പൂർത്തിയാക്കാം എന്ന് ആണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെ പൂർത്തിയാക്കാമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിൽ അവയവങ്ങളുമായുള്ള വാഹനം അവിടെ നിന്ന്
പുറപ്പെട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റോട് അടുക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ കാത്തിൽക്കുന്ന പ്രദേശത്തു കൂടി കടന്നു പോകും എന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണം. നമ്മുടെ അത് കൈകോർത്ത് പിടിക്കുന്ന പല ഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ അവയവങ്ങൾ കൊണ്ടുപോകുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു മനസ്സായി ആ ജീവന് വേണ്ടി അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ അത് കൈമാറുന്ന ആളുകൾക്കൊക്കെ വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിന്ന് പിടിച്ച ചരിത്രം കേരളത്തിനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.